ഒരു ദേശത്തിന്റെ ഒന്നാകെയുള്ള ഫേവററ്റ് കടയിലാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഐറ്റംസ് പരിമിതമാണെങ്കിലും ഉള്ള ഐറ്റത്തിന്റെയൊക്കെ ടേസ്റ്റ് അപാരമാണ്. തലമുറകൾ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കട. അപ്പോൾ പറഞ്ഞു വരുന്നത് തകഴി കുന്നുമേലുള്ള മനാഫിക്കന്റെ ചായക്കടയെ പറ്റിയാണ്. രാവിലെയും വൈകിട്ടുമാണ് കട പ്രവർത്തിക്കുന്നത്. രാവിലത്തെ പ്രത്യേകത ചെറുകടികളോടൊപ്പം പൊറോട്ടയും കിഴങ്ങറിയാണെങ്കിൽ വൈകിട്ടത് ദോശയും ചമ്മന്തിയുമാണ്. വായിൽ വെച്ചാൽ അലുത്തുപോകുന്ന ദോശയും അതിനോടൊപ്പം ആ ചമ്മന്തിയും. നാട്ടുവിശേഷങ്ങൾ മുതൽ ലോകകാര്യങ്ങൾ വരെ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു കാലത്തേത്. ഈ ഹോട്ടലിന്റെ നടത്തിപ്പും ജോലി എല്ലാം കൈകാര്യം ചെയ്യുന്നത് സഹോദരങ്ങൾ തന്നെയാണ്. എല്ലാം നിശ്ചിതമായ അളവിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കുകയോ തലേദിവസത്തെ ഉപയോഗിക്കുകയോ ചെയ്യുന്നൊരു പതിവ് ഈ കടയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ചെറുകടകളിൽ എന്റെ ഫേവററ്റായ മനാഫിക്കട പരിപ്പൂട അത് കിട്ടിയതുമില്ല. ഒരു നാടിന്റെ ചരിത്രം പറയുന്ന ഇതുപോലുള്ള കടകൾ എല്ലാ സ്ഥലത്തും കാണും. ചെറുകടകളിൽ പഴംപൊരി, പരിപ്പൂട, ഉള്ളിയോടെയാണ് പ്രധാന ഐറ്റംസ്. വീടുകളിൽ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അതേ സ്വാദും അതേ വൃത്തിയോടും കൂടിയാണ് ഇവർ ഭക്ഷണം നമുക്ക് തരുന്നത്. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ഭക്ഷണം, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അടുക്കളയിൽ കയറി ചെന്ന് ഭക്ഷണം കഴിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. ഇതെല്ലാം നമുക്കൊരു ഹോംലി അന്തരീക്ഷമാണ് നൽകുന്നത്. ആളുകളുടെ ആവശ്യാനുസരണം ഭക്ഷണം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ചൂടോടെ നമുക്ക് ദോശ കിട്ടുകയും ചെയ്യും. അതുപോലെ എടുത്തു പറഞ്ഞ മറ്റൊരു ഐറ്റമാണ് ഇവിടുത്തെ ചായ. മനാഫിക്കന്റെ ചായ വില്ലുന്നൊരു ചായ ഈ പ്രദേശത്തെങ്ങുമില്ല. നല്ല തിളച്ച ആട്ടിയ വെളിച്ചെണ്ണയിലേക്ക് ആ ഏത്തക്കായ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മൂക്കിലേക്ക് അടിക്കുന്നൊരു മണമുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ നാട്ടുകാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.